ആള് വിജയിക്കലാണ്. സ്വാലിഹായ പെണ്ണാകണം. ഇനി ഇപ്പന് വയലെല്ലാം കേട്ടിട്ട് ഇനിയിപ്പോ ഒരു സ്വാലിയാക്കാൻ ഉള്ളേനെന്നെ ഫൈൻ കൊടുത്തിട്ട് സ്വാലിയാന്നാക്കാന്നല്ലാതെ വേറെ സ്വാലിനെ തേടിയിട്ട് പോണ്ട. അല്ലേ ഉസ്താദല്ല ചെല്ലിയ സ്വാലിയത്തായ പെണ്ണത് കിട്ടിയിട്ടേ ഇല്ല. അതാർക്കും കിട്ടിയിട്ടില്ല, അത് ഇല്ലയില്ല നാട്ടിലിപ്പോ. അങ്ങനെ വിചാരിച്ചോണ്ടെങ്കിൽ കുറച്ച് സമാധാനം അല്ലേ. എൻ്റെ അടുക്ക ഒരാൾ പറഞ്ഞ് കച്ചവടം ഇല്ല എന്നുള്ള ബേജാറുണ്ടായി. 5 മണിക്ക് അപ്പുറത്തോൻ ചൊല്ലി ബോണി തന്നെ ആയിട്ടില്ലാന്ന്. അപ്പൊ അവന് മനസ്സിലൊരു സമാധാനം. എങ്ങനെ നമുക്ക് ബോണി ആയിനല്ല കച്ചവടം ഇല്ലെങ്കിലും എന്ന് പറഞ്ഞ പോലെ. എൻ്റെ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞ് മംഗലം കഴിച്ചിട്ട് ആകെ ബേജാറിലുണ്ടായി. നമ്മളൊരു കസീന് വലിയ പൈസക്കാരന്, ഓന് മംഗലം കഴിച്ചിട്ട് അമ്മ നമുക്ക് ഈ ബേജാറെല്ലാം പോയി. അപ്പൊ എന്തേന്ന് ഓനാട്ടി എൻ്റെ ഓള് മോശമില്ല, കാഴ്ചക്ക് പാങ്ങുണ്ട്, മറ്റുണ്ട്, സ്വഭാവം എല്ലാം ഉണ്ട്. ഓൻ്റെ ഇവിടെ എത്ര പൈസയുണ്ട്, ഓള് തുള്ളുന്ന തുള്ളലും ഓൻ്റെ ആ മാതിരി പേടിച്ചിട്ട് ജീവിക്കുന്ന. അങ്ങനെ എന്തില്ലല്ലേ എന്ന് സമാധാനം. അങ്ങനെ നോക്കാം. തായോട്ട് നോക്കുക. മറ്റുള്ളവന്റെ ഭാര്യാനെ നോക്കണമെന്നല്ല, മറ്റുള്ളവന്റെ ഇടങ്ങേറുകളെ കൊണ്ട് നമ്മുടെ നിയമത്തുകൾ സന്തോഷവാനാക്കാൻ അങ്ങനെ ഉപയോഗിക്കാന്നല്ലാതെ നാട്ടിലുള്ളവരെല്ലാരെയും ഇപ്പൊ അങ്ങനെയാണ്. കസീനായെങ്കിൽ ആണായെങ്കോ ആവും, പെണ്ണായെങ്കോ ആവും, ഒട്രാസി കസീന്, എല്ലാം കസീന്. തൊട്ടതും പിടിച്ചതും കണ്ടതും കാണാത്തതും നാട്ടുകാരും എങ്ങനെങ്കിലും സംബന്ധമാക്കിയിട്ട് ഫാമിലി ഗ്രൂപ്പാക്കിയിട്ട് അതിൽ മെമ്പറാക്കിയിട്ട് അതിൻ്റെ പിന്നെ മീറ്റിംഗ് വിളിച്ചിട്ട് പിന്നെ എല്ലാം ഒന്നായി ഭയങ്കര കുടുംബത്തിന്റെ പിരിസുള്ള കാലഘട്ടമാണിപ്പോ. അല്ലേ കൂട്ടായ്മ, എന്തെല്ലാം കൂട്ടായ്മ, ബഡ്വങ്കുഞ്ഞ് കൂട്ടായ്മ, അല്ലേ ഉപ്പ അജ്ജുപ്പാപ്പ കൂട്ടായ്മ, ഇങ്ങനെ പല 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 കൂട്ടായ്മകളൊക്കെ ആക്കിയിട്ട് ആണും പെണ്ണും കലർന്നിട്ട് പരസ്പരം തമാശകളാക്കി. ആ രൂപത്തിലുള്ളതല്ല കുടുംബം. വല്യ അള്ളാഹുവിന്റെ വക്കൽ വല്യ സ്വീകാര്യതയുള്ള ബഹുമാനമുള്ളതാണ് ഈ കുടുംബം എന്നുള്ളത്. ആ കുടുംബത്തെ കുടുംബമായി കാണാൻ കഴിയണം, ഭാര്യയെ ഭാര്യയായി കാണാൻ കഴിയണം, മക്കളെ മക്കളായി കാണാൻ കഴിയണം. ഓരോരുത്തരെയും അവരവരുടെ അൻസിലിന്നാസ മനാസിലഹും, അല്ലെ, അവരവർക്ക് കൊടുക്കേണ്ടത് മുഴുവനും കൊടുക്കാൻ കഴിയണം. ഭാര്യയായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നവൾ സ്വാലിഹത്തല്ലെങ്കിൽ അവളെ സ്വാലിഹത്താക്കാൻ അവൾക്ക് ഏത് വഴികളാ സ്വീകരിക്കേണ്ടത്, ആ വഴികളിലൂടെ നമ്മൾ ജീവിച്ചു പോകണം. അല്ലേ തയ്ക്കുന്നേല പോന്നില്ലെങ്കിൽ പോയല്ലേ തയ്ക്കുന്നതെന്ന് പറയുന്ന ശൈലി ഇപ്പൊ അങ്ങനല്ലേ. 99.4% അങ്ങനെയാണ്. ഇതിന്റെ ഇടയ്ക്കൊരു വലിയ കാര്യമായ ഒരാൾ ചെന്നല്ല മംഗലം കഴിച്ചതിൽ ജയിച്ചിനേന്ന് ചെലിട്ട് ആരും ഇല്ലാന്ന്. അയാളും വലിയ കാര്യമായ ആൾ തന്നെ. അയാളെ മെല്ലെ ചോദിച്ചു നോക്കുമ്പോ വേറെ ആളോട് ചോദിച്ചു നോക്കുമ്പോ പറയുന്നു അയിമ ഗീട്ടിട്ടിട്ട് അവിടെ നിപ്പിക്കുന്നു. പറഞ്ഞില്ലേന്ന്. ആര് വലിയ കാര്യമായ വലിയ മഹാനാണ്. അയാൾ ചെന്ന മംഗലായിട്ട് ആര് ജയിച്ചിന് ചെല്ലാനില്ലാന്ന്. കാരണം അയാളുടെ ഇടങ്ങേറ് അയാൾക്കറിയോ എത്ര. അതിനെ പുറത്ത് ചെല്ലാൻ പറ്റുക അല്ലേ? തങ്ങൾക്ക് അപ്പുറം പറയാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളായി പോകാൻ പാടില്ല. നമ്മൾ വിജയിക്കാൻ നോക്കേണ്ടത് സമ്പത്തല്ല, മറ്റു സൗന്ദര്യമല്ല. ഇന്ന് സൗന്ദര്യമാണ് പ്രശ്നം, സൗന്ദര്യമാണ് വിഷയം. ഉപ്പില്ലെങ്കിലാവും, ആങ്ങളില്ലെങ്കിലാവും, പുരയില്ലെങ്കിലാവും, എന്തില്ലെങ്കിലും ആവും. കാണുമ്പോ ഒരു മൊഞ്ചത്തിയാണോ നിന്റെ ഭാര്യയാന്ന് പറയണം. അങ്ങനെ പറയാൻ പറ്റണം. ആളുകളെല്ലാം നോക്കിയിട്ട് ഹാവ് എന്ന് പറയണം, അല്ലെങ്കിൽ വാവ് എന്ന് പറയണം, അല്ലെ, അല്ലെങ്കിൽ അല്ലെ, അങ്ങനത്തെ എല്ലാം അങ്ങനെ പറയണം. അങ്ങനെ പറയിപ്പിക്കുമാറ് വിധത്തിലുള്ള ഒരു സാധനം കിട്ടിയാൽ മതി. അത് കേടെ എങ്ങനെ എന്തൊന്നുമില്ല. എൻ്റെ ഇടയ്ക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോൾ ഒരു ചന്തത്തിന്റെ പെണ്ണിനെ കണ്ടിട്ട് ഉപ്പാനെ നമ്പർ താ മോളെ നേരിട്ട് മേങ്ങിയിട്ട് ഓളെ മംഗലം കഴിച്ചു. മംഗലം കഴിച്ചു നോക്കുമ്പോൾ വിഷയം നിന്റെ കക്കൂസിലേക്ക് പോയെങ്കിൽ വരുന്നേ ഇല്ല, സർവത്താലും വരുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഓക്കെ അതിൻ്റെ ഉള്ളിൽ പോയെങ്കിൽ വരാൻ മനസ്സാകുന്നില്ല. അതിൻ്റെ ഉള്ളിലേക്ക് പോയെങ്കിൽ കക്കൂസിന്റെ ഉള്ളിലേക്ക് ടോയ്ലറ്റിലേക്ക് പോയെങ്കിൽ പുറത്ത് വരാൻ മനസ്സില്ല. ലാസ്റ്റ് എന്തെല്ലാം ആക്കിയിട്ട് ബാധല്ല കുത്തി പൊളിച്ചിട്ട് പുറത്തേക്ക് ഓടുന്നു. ഓൾ ചൊല്ലി യാറമുണ്ണേ കൗത്ത് പിടിച്ച് ഞെക്കിയിട്ട് കൊല്ലുവാൻ ആയത്. അപ്പോളോടെല്ലാം കേട്ടിട്ട് ഇൻക്കൊരെല്ലാം ആക്കുമ്പോൾ ചൊല്ലി ഞങ്ങൾക്ക് നാൾക്ക് 2 മാത്രമേ ഉണ്ട്, അത് കുടിച്ചിട്ടില്ല ഇങ്ങനെ ഏത് മാത്രേ. അപ്പൊ നിങ്ങൾ എന്താ മുന്നേ ചെല്ലാത്തേന്നട്ടല്ലേ, മുന്നേ എന്താ ചെല്ലിയിട്ടില്ലാന്ന് പൊതുമുണ്ടുമ്പോ. പിന്നെ നിങ്ങൾ നീ ആശുപത്രിയിൽ കണ്ടല്ലോ നമ്പർ കേട്ടിട്ട് നിങ്ങൾക്ക് മുന്നേ അറിയണ്ടേ അല്ലെ? ആശുപത്രിയിൽ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അന്തജാക്കല്ല, എന്തോ ഉസാറില്ലായിട്ട്. പിന്നെ നിങ്ങൾ എന്താ മുന്നേ അറിഞ്ഞിട്ടില്ലാന്ന്. ലാസ്റ്റ് തൊലാക്കായി ഏതോ ആട്ട്. ഇപ്പൊ അങ്ങനെ ചന്ത കണ്ടെങ്കിലായി. എന്തു വേറെ അങ്ങനത്തെ ദീന് അതൊന്നും വിഷയമല്ല. കാണാൻ നല്ല മൊഞ്ചത്തിയാകണം, അതൊന്നും വേണ്ട. നല്ല ദീനുള്ളൊരു നല്ലൊരു സ്വാലിഹത്തായ ഒരു പെണ്ണിനെ
ഇണയായി കിട്ടുന്നത് കൊണ്ട് വിജയിക്കണേ. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും റബ്ബനാ ഫുർഖാൻ സൂറത്തിൽ 74-ാമത്തെ ആയത്ത് നമ്മളൊക്കെ ദുആ ചെയ്യാറില്ലേ? വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ലേ ഭാര്യയെ കൊണ്ട് കൺകുളിർമയാകണം, ഭർത്താവിനെ കൊണ്ട് സന്തോഷമാകണം, മക്കളെ കൊണ്ട് സന്തോഷമാകണം. അങ്ങനെയല്ലേ ദുആ ചെയ്യേണ്ടത്? അങ്ങനെ ദുആ ചെയ്യണം, മുറിയാതെ ദുആ ചെയ്യണം, മുറിയാതെ ദുആ ചെയ്യണം. എങ്ങനെ? ഭാര്യനെ കൊണ്ട് സന്തോഷം താ അല്ലാ, ഭർത്താവിനെ കൊണ്ട് സന്തോഷം താ അല്ലാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാതിനാ. മക്കളെ കൊണ്ടും കൺകുളിർമയാണ്ടേ. എന്താ കൺകുളിർമ? മഹാന്മാര് പറയുന്നു, രാവിലെ തഹജ്ജുദിന്റെ നേരത്ത് ഭാര്യ എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നത് കാണലാണ്, ഭർത്താവ് തഹജ്ജുദ് നിസ്കരിക്കുന്നത് കാണലാണ്, മക്കള് തഹജ്ജുദ് നിസ്കരിക്കുന്നത് കാണലാ. സ്വഭാവ പെരുമാറ്റത്തിലൂടെ ഭാര്യയെ ഇഷ്ടം വെക്കലാണ്, ഭർത്താവിനെ ഇഷ്ടം വെക്കലാണ്. ഇത് മങ്ങലായി പിന്നെ തുടങ്ങുന്നു. എന്നിന്റെ എനിക്ക് ആരോ വെച്ച സാപ്പോ അല്ലെ? ആണും ചെന്നങ്ങനെ പെണ്ണും ചെന്നങ്ങനെ ആരോ വെച്ച സാപ്പോ കൊണ്ടേറ്റ് അപ്പൊ അപ്പുറത്ത് നിന്ന് നിങ്ങക്കല്ല എനിക്കാരെയോ സാപ്പോ, എന്റെ ഉപ്പാക്ക് എന്നെ കൊണ്ടൊരു തോട്ടിലേക്ക് ഇട്ടാൻ ഈ മലാമത്തിന് കൊടുക്കുന്നതിനായിട്ട് അങ്ങനെ ഇങ്ങോട്ട് അതല്ല. അതിനെന്ത് ചൊല്ലിയിട്ട് ഗുണമില്ല. എന്റെ ഉപ്പാന്റെ പണ്ടത്തെ ഹട്ടത്തിൽ നിന്റെ ഉപ്പാക്ക് തോട്ടുണ്ട് നിന്നിട്ട് കൊണ്ടിട്ട് എന്നെ ആ മുസീബത്തിലേക്ക് ഇട്ടല്ല. ഉപ്പാന്റെ കബറിലും ഉപ്പ നേരെ കിടക്കേല, എന്നെ ഈ ഇടങ്ങേറിലാക്കിയിട്ട് ഉപ്പ എങ്ങനത്തെ അല്ലെ? ഇപ്പൊ പിന്നെ അങ്ങനല്ല, ഡയലോഗല്ല അങ്ങനത്തെ. ഉപ്പ എങ്ങനത്തെ മര്യാദ വേണ്ട ഉപ്പാക്ക് മക്കൾ കേൾക്കുന്ന അങ്ങനത്തെ സ്റ്റൈൽ. ആ രൂപത്തിലാവരുത്. വർളവിമാ ഖസമല്ലാഹു ലക തകുന്ന ഗനന്നാസ്. ഭാര്യയാവട്ടെ ഭർത്താവട്ടെ, അല്ലാഹു നിനക്ക് ഖദറാക്കിയിട്ട് അവൻ തന്നവളില്ലേ, അവൻ തന്നവനില്ലേ. അതുകൊണ്ട് നീ പൊരുത്തപ്പെട്ടാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, തകുന്ന ഗനന്നാസ്. നീയാണ് വലിയ രാജാവ്, നീയാണ് വലിയ VIP. റബ്ബ് തആല തന്നതുകൊണ്ട് പൊരുത്തപ്പെടുക, അള്ളാഹു തന്നതുകൊണ്ട് പൊരുത്തപ്പെടുക. മക്കളാവട്ടെ ഭർത്താവട്ടെ ഭാര്യയാവട്ടെ ഏതുമാവട്ടെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞേകിയതില്ലേ. ഇതപ്പുറത്തോന്റെ ഭാര്യനെ നോക്കിയിട്ട് ഇപ്പുറത്തോന്റെ വണ്ടീനെ നോക്കിയിട്ട് അങ്ങനെ പലതും പലതിലൂടെ വരുന്ന ചില വ്യത്യാസങ്ങൾ, ചില സൗന്ദര്യപ്പണക്കങ്ങൾ അതങ്ങനെ മൂർജിച്ചു പോവുകയാണ്. ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കണം, ഈ ഭർത്താവാകുന്നവൻ ആരാണ്? ഈ ഭർത്താവിനോടുള്ള കടപ്പാടെന്താണ്? അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ അവരുടെ നേതൃത്വത്തിലൂടെ വന്നിട്ട് ഹബീബ് തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നീണ്ട ഹദീസാ ചുരുക്കി പറയുന്നു, നബിയേ, ആണുങ്ങൾക്ക് പലതുമില്ലേ, യുദ്ധങ്ങളുണ്ട്, ഇമാം ജമാഅത്തുണ്ട്, ഒരുപാട് സോഷ്യൽ വർക്ക് ഉണ്ട്, ഒക്കെയുണ്ട്. പെണ്ണുങ്ങൾക്ക് അതൊന്നും ഇല്ലല്ലോ നബിയേ, പെണ്ണുങ്ങൾക്ക് പ്രതിഫലം വേണ്ടേ നബിയേ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പെണ്ണുങ്ങളോടായിട്ട് പറയുന്നു, നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് പറയപ്പെട്ട പ്രതിഫലമുള്ള നന്മകൾ, സേവനങ്ങൾ, ഇമാം ജമാഅത്ത്, മയ്യത്ത് മറമാടല്, യുദ്ധത്തിന് പോകല്, എല്ലാത്തിൻ്റെയും പ്രതിഫലം വേണോ? നിങ്ങളെ കെട്ടിയ ഭർത്താവിനെ സന്തോഷിപ്പിച്ചാൽ ഈ പറഞ്ഞതെല്ലാം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് വേണം? കെട്ടിയ ഭർത്താവിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ നോക്കിയാൽ സർറസുകാബൽ നിന്നെ സന്തോഷിപ്പിക്കുന്നവളാകണം. അവളാണ് സാലിഹത്തായ പെണ്ണ്. കാണുമ്പോൾ തന്നെ നല്ല സന്തോഷം ഉണ്ടാകണം. ഭാര്യയുടെ മുഖം നോക്കിയാൽ സകല വിഷമങ്ങളും മാഞ്ഞു പോകണം. ഇത് ചെറിയ ബേജാറിൽ വരുന്ന പൊരന്റെ ഉള്ളിലേക്ക് എത്തിട്ടാകുമ്പോ അതിനാട്ടി വലിയ ബേജാറ്, മുസീബത്ത്.
ഇത്ര വലിയ മുസുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെ ഞാൻ ചെല്ലത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആനയില്ല. ഓന്റെ കയ്യിൽ എന്ത് ചില്ലറ വേണ്ടേ? ഉള്ളത്തര കൊണ്ടുവന്നിനി ചെന്നത് പിന്നെ എന്തെങ്കിലും അല്ല ചെല്ലെങ്കിൽ അല്ലേ, ഓൺലൈനല്ല യൂട്യൂബെല്ലാം നോക്കിയിട്ട് ചെന്ന് അത് കൊണ്ടുവരും ഇത് കൊണ്ടുവരും. ഈ ഗബക ഏടല്ല പോയിട്ട് ഏടല്ല തേടിയിട്ട് കട്ലാസ് പിടിച്ചോണ്ട് പോന്നെ, ഇതിനെ പിടിച്ചോണ്ട് ഇടിയെ പോന്നെ, മെഡിക്കൽക്ക് ഒരുക്ക പോന്നെ, സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരുക്ക പോന്നെ. കേട്ടാൽ ഇത് ഏടുന്നറിയല്ല. പെണ്ണുങ്ങായി പരക്കാരത്തി യജമാനത്തി എഴുതിയിട്ട് തന്നെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഇന്ന് നോമ്പ് തുറക്കാൻ കിട്ടല്ല. ലാസ്റ്റ് മറ്റേ ആയുർവേദിക് ഷാപ്പ് നിർത്തി പൊടി കെട്ടി കൊടുത്താലേ ഇതിനെ കൊണ്ടു അല്ല വെച്ച പോലെ. പിന്നെന്താക്കുന്ന അങ്ങനത്തെ സാധനങ്ങളല്ല പുതിയത് യൂട്യൂബ് നോക്കിയിട്ട് ആക്കുന്ന എല്ലാം ആക്കിയിട്ട് അല്ലേ, ഒരു കേക്കെല്ലാം ആക്കിയിട്ട് ഒരു ചക്കര കഞ്ഞി പോലെ ആന്ന് ഇതിനെ തിന്നിട്ട് നല്ല ഇട്ടത് ചെല്ലീൻ 800 രൂപ ചെലവായിന്. പിന്നെ ചെല്ലാതെ എന്താക്കുന്നത്? മുദ്ദായിനങ്ങ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ചെല്ലിട്ട് ഇളക്കുന്ന ലാസ്റ്റ് സമാധാനത്തിന്. ചെല്ലിയിലങ്ങ് കയലിടുന്ന തലക്ക് ടൊയ്യാന്ന് അതിനോട് പേടിച്ചിട്ട് നല്ല ഇനിയിപ്പോ നല്ല ഇനി അതൊന്നും വേണ്ടെന്നല്ല. പിന്നെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാത്ത ഭാര്യ എത്ര മജ്‌ലിസിലിരുന്നിട്ടും കാര്യമില്ല, എത്ര വഅദിലിരുന്നിട്ടും കാര്യമില്ല, എത്ര ദിക്റെടുത്തിട്ടും കാര്യമില്ല. ഈ ഭർത്താവ് നിന്നിൽ സന്തോഷവാനാണോ? നിന്റെ ജീവിതം കൊണ്ട്, നിന്റെ ആക്ടിവിറ്റീസ് കൊണ്ട്, നിന്റെ സേവനം കൊണ്ട്, നിന്റെ സ്നേഹം കൊണ്ട് അല്ലേ? പെണ്ണുങ്ങൾക്കുള്ള പരാതി ഇതാണ്, സ്നേഹം കിട്ടുന്നില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല? സ്നേഹം നീ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ? ധാരാളമായി ഭർത്താവിന് വാരിക്കോരി കൊടുക്ക് സ്നേഹം. ഖദീജ ബീവി ഉമ്മ ആദരവായ മുത്തു റസൂലുള്ളാഹിക്ക് സ്നേഹം വാരി വിതറിയിട്ടല്ലേ കൊടുത്തത്. അവിടുത്തെ ജോലിക്കാര് പറയുന്നു, ഖദീജ ഉമ്മ അങ്ങ് പോകണ്ട, ഞാൻ കൊണ്ടുപോയി കൊടുക്കാലോ. വേലക്കാരിയോട് ഖദീജ ബീവി ഉമ്മ പറഞ്ഞത്, വേണ്ട എന്റെ ഭർത്താവാ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാലോ. എങ്ങനെ? ഞാൻ കൊണ്ടുപോയി മൈലുകൾ താണ്ടിയിട്ട് ഹബീബ് തങ്ങളിലേക്ക് ആഹാരം കൊണ്ടുപോയി കൊടുക്കാൻ ആ മനസ്സും ആ ഒരു സ്നേഹവും ആ ഒരു മനസ്സിന്റെ ഉള്ളറകളിലെ ആശ്വാസവും എത്ര വലുതാണ്. അതുകൊണ്ടല്ലേ ആയിഷ ഉമ്മയോടടക്കം പറഞ്ഞത്, മാ ബദലലില്ലാഹു ഖൈറൻ മിന്നാ, ഖദീജാനെ കാട്ടിയും നല്ലൊരു ഭാര്യ അല്ലാഹു എനിക്ക് തന്നിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് തങ്ങൾക്ക് എത്രയോ ചെറിയ വയസ്സുള്ള സൗന്ദര്യവതികളായ ഭാര്യമാരുണ്ടായിട്ടുണ്ട്. പക്ഷേ ഖദീജ ഉമ്മയോളം സ്നേഹമുള്ളൊരു ഭാര്യയും ഉണ്ടായിട്ടില്ല. ഖദീജ ഉമ്മാന്റെ പേര് പറയുമ്പോൾ കരയുമായിരുന്നു എന്നുള്ളതാണ് ആ ഒരു സ്നേഹത്തിന്റെ കടുപ്പം. നമ്മളാ ഒരിക്കൽ വീണിട്ടോടങ്ങ് പോയിനെങ്കിൽ അല്ലേ, ഇങ്ങനെ ഡോക്ടർ പറഞ്ഞാലേ ഒന്നാ കിടാവും ഇല്ലെങ്കിൽ കിടാവിന്റെ ഉമ്മ, രണ്ടിലൊരാൾ കിട്ടുന്നു, രണ്ടാളും കിട്ടലാന്ന്. ഓൻ പള്ളിയിൽ വന്നിട്ട് ഉസ്താദോട് ചെന്ന, ഉസ്താദെ 1111 ഇപ്പൊ നേർച്ച വെക്കുന്നേ, പിന്നെ വേറെയും തരുന്നേ, നിങ്ങൾക്ക് എക്സ്ട്രാ കൈക്കൂലി അത് വേറെയും തരുന്നേ, വാങ്ങലെ ദ്വാരക്ക് ഉസ്താദെ എന്താങ്കോ കിടാവ് ഒന്ന് സലാമത്തായിട്ട് കിട്ടണോ? ഈ കാണാത്ത കിടാവും സലാമത്തായിട്ട് കിട്ടണം. അതിന്റെ അർത്ഥം നിന്റെ പോട്ടെന്ന് പോയെങ്കിൽ വേറെ നോക്കാന്ന്, വേറെ എന്തല്ല ദുരുദ്ദേശം. ഈടെ ഓള് സീരിയസിലുണ്ട്, ഓൻ വേറെ പൊതു കൊണ്ടിക്കൊണ്ട് ബ്രോക്കർ ഹോസ്പിറ്റലിലേക്ക് വന്നില്ല, നീ ഇടുക്ക് ഞാൻ ഇവിടെ ഉണ്ട്. അപ്പൊ ബ്രോക്കർ ഇട്ടാലേ ഇവിടെ എന്റെ ഉടാരി ഉണ്ട്, ഇവിടെ എന്റെ തിരിയ അയ്യ യജമാനത്തി എന്ത് തന്നെ ഓളാ മരിച്ചിട്ടില്ലേ? അപ്പൊ ഇല്ല ആയിട്ട് നീ സബറാക്ക്, നീ നോക്കിട്ടല്ലേ വെക്ക്, റെഡി ആക്കിയിട്ട് വെക്ക്, ഏതിന്റെ ദുആ കഴിഞ്ഞിട്ട് ആക്കാം. ഓള് പോയിട്ടില്ല. അത്ര അറുപ്പും വെറുപ്പും ആകുന്ന രൂപത്തിൽ അങ്ങനെയല്ല. ചില ആണുങ്ങളൊക്കെ, പഴയകാല ആണുങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാലും അല്ലേ, മക്കൾ ഉമ്മാന്റെ പേരിൽ സദഖാന്ന് പറയുമ്പോ സദസ്സുന്ന ഒരാൾ കരയുന്നത് ഞാൻ ചോദിച്ചു, അയാൾക്ക് എന്തേ? അപ്പോൾ അവർ പറഞ്ഞു, അവരുടെ ഉമ്മ ആ മനുഷ്യന്റെ ഭാര്യയാണ്. ആ ഭാര്യ മരിച്ചതിന് ശേഷം ഇന്ന് വരെ അയാള് ശരിക്കൊന്ന് ചിരിക്കുകയോ മറ്റു പരിപാടിയിലോ ഒന്നും കൂടിയിട്ടില്ല. പെണ്ണുങ്ങളെ പറ്റി അങ്ങനെയെല്ലാം പറയുന്ന കേട്ടിട്ടുണ്ട്. ഞാനായി എന്റെ കിടാക്കായി എന്ന് പറഞ്ഞിട്ട്. ആണുങ്ങ മിഞ്ഞാന്നൊരാൾ പറഞ്ഞത് 40ന്റെ ദുആമ്പോ മംഗലായിട്ട് വിരുന്നെല്ലാം കഴിഞ്ഞിട്ടായി. ഒരുത്തം കേട്ടാലും നിങ്ങൾക്ക് എന്താ ഇത്രയും അർജന്റ്,
തങ്ങ ചൊല്ലി 40ന്റെ ഉള്ളിൽ ബിയാണോന്ന് തങ്ങക്ക് വേറ് തങ്ങൾ ചൊല്ലി ഉസ്താദ് ചൊല്ലിയിട്ടല്ല. ചില ആൾ അങ്ങനെയുണ്ട്, തങ്ങക്ക് ദൂരിടുന്ന ഉസ്താദിന് ദൂരിടുന്ന, പിന്നെ ആരൊന്നും ചൊല്ലാല, പിന്നെ ഓനെ പറയല, പിന്നെ തങ്ങന്മാരെ പറയും. തങ്ങന്മാർക്ക് എന്റെ ഉസ്താദന്മാർക്ക് എന്റെ ചില ആൾക്ക് അങ്ങനെ പറയാൻ വേഗം കിട്ടുന്ന തങ്ങന്മാർ ഉസ്താദന്മാർ ബണ്ണ കിട്ടുന്നു. പെരക്കാരത്തിനെ പറഞ്ഞാൽ മുസ്ലിംട്ടിലെ കിട്ടുന്നു. ഇപ്പൊ പണ്ട പറഞ്ഞ പോലെ എന്തോ ഇപ്പാന്നല്ല. പിന്നെ മക്ക ബെൽതായെങ്കിൽ പിന്നെ ചെല്ലേ വേണ്ട. മക്കല്ല ബെൽതായിട്ട് പണിക്കെല്ലാം പോകാൻ തുടങ്ങിയെങ്കിൽ ഉമ്മ മക്ക ഓരെല്ലാം പാർട്ടി. ഇയാള് പൊരന്റെ ഉപ്പാപ്പ പൊര കാക്കുന്ന ഒരു ജീവനാദി പോലെ ഒരു അല്ലെ എന്ത് പറയുന്ന വാച്ച്മാൻ, ഒരു വാച്ച്മാനാണ്. വലിയ വില എന്തില്ല മക്ക അങ്ങനെ. പണ്ടെല്ലാം ഉമ്മാനെ പേടിപ്പിച്ചത് വന്ന് എന്നെ പേടിപ്പിച്ചെങ്കിൽ കേൾക്കാൻ ആളുണ്ട് ഉമ്മാക്ക്. ആര്? ഈ മക്കളെല്ലാം ഉമ്മാവും ഓരെല്ലാം ഒന്ന്. വയസ്സായ ഉപ്പ മാത്രം ഒരു സൈഡിൽ ഒരു മൂലയില്. ഒരാൾ പറഞ്ഞു, അയാളോട് ചൊല്ലിയാൽ ഉസ്താദ് ഏടുക്കങ്ങ് പോയി. അയാൾ കേൾക്കുന്ന പണ്ട് അരമണിക്കൂർ ലേറ്റായെങ്കിൽ കത്തി പിടിച്ചിട്ട് കേട്ടോണ്ട ഏടുക്ക് പോയ ലേറ്റായ എന്റെ. ഇപ്പൊ ചെന്ന ഏടുക്കങ്ങ് പോയി 400 ചില്ലര ഷുഗർ ഉണ്ട്. ഇപ്പൊ അടക്ക് വന്നെ. പണ്ടേ ചെല്ലെങ്കിൽ അല്ലേ എടുക്കെങ്കിലും പോയിറാൻ. ഇപ്പൊ എടുക്ക് വന്ന് ഈ രൂപത്തിൽ ഇടങ്ങേറാക്കുന്നത് ഉമ്മ സ്വർഗം വേണോ? നിനക്കുമ്മാന്റെ പൊരുത്തമല്ല, ഉപ്പാന്റെ പൊരുത്തമല്ല, അതിനേക്കാളും വലുത് നിന്നെ കെട്ടിയ ഭർത്താവിന്റെ പൊരുത്തമാണ്. ഭർത്താവിന്റെ പൊരുത്തമില്ലാത്ത അയ്യുമംറഅത്തിൻ മാതത്, ഒരു പെണ്ണ് മരിച്ചുപോയാ അവളുടെ ഭർത്താവ് അവളെ തൊട്ട് പൊരുത്തപ്പെട്ടവനാ, എന്നാൽ അവള് സ്വർഗത്തിലേക്ക് പോയി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണിന്റെ സ്വർഗം അവളുടെ ഭർത്താവാണ്. ഒരു പെണ്ണിന്റെ എല്ലാ വിജയവും അവളുടെ ഭർത്താവാണ്. ഭർത്താവിനെ ചെറുതാക്കി പറയരുത്. അപ്പുറത്തെ വരക്കാരത്തിയോട് ഏതായെങ്കും നിന്റെ മാപ്പണ്ടത്ര ഉസാറ് മതിയല, ഓക്ക് പിന്നെ ഡൗട്ട് അതെങ്ങനെ ഓക്കറിഞ്ഞെന്ന് അങ്ങനെ കളാട്ടാന്നില്ല. പലതും പറയുന്ന അങ്ങനെയൊക്കെ ആവരുത്. ഞമ്മൾക്ക് അല്ലാഹു കനിഞ്ഞേകിയ ഭർത്താവില്ലേ, ആ ഭർത്താവിന്റെ കുറ്റവും കുറവും പറയാൻ ഇല്ലറാ. നിന്റെ അളിയാക്ക എന്ത് ചെല്ലിങ്ങോ അയാളൊരു ഗബ്ബൂസ് പോലത്തത്, എന്ത് ചെല്ലിങ്ങോ അർത്ഥാന്നില്ലായിരിക്കും. നിന്റെ അളിയാക്ക അങ്ങനെ റാനിയന് ബേജാറാക്കണ്ട. ആരോട്? ആങ്ങളുടെ കൂടെ നിന്നിട്ട് കെട്ടിയ ഭർത്താവിനെ ചെറുതാക്കുന്നവരുണ്ട്. എന്റെ ആങ്ങളെ അത് തന്നിട്ടില്ലേ, എന്റെ ആങ്ങളെ ഇത് തന്നിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് ആക്ഷേപം പറയുന്നവരുണ്ട്. വേണ്ട, നീ എന്ത് ചെയ്തു കൊടുത്താലും, എത്ര വലിയ സേവനം ചെയ്താലും, എത്ര നിന്റെ സ്വർണങ്ങൾ വിറ്റു തീർത്തിട്ടുണ്ടെങ്കിൽ പോലും ഇല്ല, ഭർത്താവിന്റെ മനസ്സ് നോയിക്കല്ല. ചില ഭർത്താക്കന്മാരുടെയൊക്കെ സങ്കടം ഉസ്താദേ മനോഹരമായി നോക്കുന്നുണ്ട്. ഭക്ഷണത്തിന് കുറവില്ല, സൗകര്യത്തിന് കുറവില്ല, എന്തിനും വീട്ടിൽ കുറവില്ല. പക്ഷേ അവളാണെങ്കിൽ ഒരു സമാധാനം തരുന്നില്ല, ഒരു സന്തോഷം തരുന്നില്ല. വെക്കേഷന് നാട്ടിൽ വന്നാൽ എല്ലാ ദിവസവും പണക്കമാണ്, എല്ലാ ദിവസവും കച്ചറകളാണ്, എല്ലാ ദിവസവും ബേജാറാ. നാട് വിട്ടു പോകാൻ തോന്നുന്നു, ഒന്നും വേണ്ടാന്ന് തോന്നുന്നു, കുടുംബത്തോട് അറുപ്പ് വരുന്നു, ഗൾഫിൽ തന്നെ നിൽക്കാൻ തോന്നുന്നു. ഉമ്മമാരെ അങ്ങനെ ആയിപ്പോകരുത്. നമ്മുടെ ഭർത്താക്കന്മാരുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ജോബ് സംബന്ധമായി, ബിസിനസ് സംബന്ധമായി, ആരോഗ്യ സംബന്ധമായി, കട സംബന്ധമായി, മറ്റു പലതും നമ്മെ അറിയിക്കാതെ അവർ പിടിച്ചു വെച്ചിട്ട് ത്യാഗം ചെയ്തുകൊണ്ടിട്ട് ഈ കുടുംബം പോറ്റി വളർത്തുമ്പോ ഒരു സപ്പോർട്ടറായി നിങ്ങൾ നിന്ന് കൊടുക്കണം. നല്ലോണം സപ്പോർട്ട് ചെയ്യുക, ഭർത്താവിനെ ആശ്വസിപ്പിക്കുക, ഭർത്താവിനെ സന്തോഷിപ്പിക്കുക. അത് വീടാവട്ടെ, അത് വാഹനമാവട്ടെ, അത് സൗന്ദര്യമാവട്ടെ, ഏതൊരു പേരിലും ഭർത്താവിനെ നീ സങ്കടപ്പെടുത്തിയിട്ട് വാങ്ങുന്നതില്, ഭർത്താവിന്റെ അസമാധാനത്തില് ഒരു ഖൈറുമില്ല കേട്ടോ. നിന്റെ ജീവിതത്തിൽ ബറക്കത്തില്ല കേട്ടോ. ഒരു ഭർത്താവിന്റെയും മനസ്സ് നോവിക്കരുത്. അള്ളാഹു നമുക്കെല്ലാം നല്ല കുടുംബജീവിതം നൽകട്ടെ. അതുപോലെ ഭർത്താക്കന്മാർ അല്ലേ, ഭർത്താക്കന്മാരായവർ ഖിയാറുക്കും, നിങ്ങളിലെ ഏറ്റവും നല്ലവനാരാണ്?
ഉസ്താദ് എന്നല്ല, തങ്ങളെന്നല്ല, പ്രസിഡന്റ് എന്നല്ല, സോഷ്യൽ വർക്കർ എന്നല്ല, ഏറ്റവും നിങ്ങളിൽ നല്ലവനാരാ? ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവരാ. ഏത് ഭാര്യക്കാണോ പറയാനുള്ളത് എന്റെ ഭർത്താവ് ഏറ്റവും നല്ലവനാണ്, എന്റെ ഭർത്താവിന് എനിക്ക് 1000 ഇഷ്ടമാണ് എന്ന് പറയുന്ന ഭാര്യയാണ് ഒരാളുടെ ഭാര്യയെങ്കിൽ ആ മനുഷ്യൻ മരിച്ചുപോയാൽ അവന് സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിലാ. എന്തേ? ഏറ്റവും നല്ലവൻ. ആളുകൾ നാട്ടിലൊക്കെ നല്ലത് ചെയ്യും, എല്ലാവർക്കും ഉപകാരം ചെയ്യും, പോയടത്തെല്ലാം വലിച്ചിട്ട് കൊടുക്കും സദഖ. ഭാര്യ കൊടുക്കല്ല, ഓളെ പൊന്ന് പണയം വെച്ചിട്ടാണ് സദഖ കൊടുക്കുന്നത്. ആളുകൾ അങ്ങനെയുണ്ട്. ഭാര്യമാർക്ക് മര്യാദക്ക് തിന്നാൻ കൊടുക്കൂല, മര്യാദക്ക് പാല് വാങ്ങിക്കൊടുക്കൂല, മര്യാദക്കൊരു വസ്ത്രം വാങ്ങിക്കൊടുക്കൂല, ഒന്നും കൊടുക്കൂല. നാട്ടുകാർക്ക് എല്ലാവർക്കും നാട്ടുകാർക്ക് എല്ലാവരും ഉപകാരം ചെയ്യുന്ന, സോഷ്യൽ വർക്ക് ചെയ്യുന്ന, മറ്റൊക്കെ ചെയ്യുന്നുണ്ട്. സ്വന്തം ഭാര്യയോട് സ്നേഹമില്ല, സ്വന്തം ഭാര്യയോട് ഇഷ്ടമല്ല. ഭാര്യയുടെ മുഖത്ത് നോക്കി സംസാരിക്കണം ഭർത്താവായവൻ. പെണ്ണുങ്ങൾക്ക് കുറെ വിഷയം പറയാനുണ്ട്, കാര്യമായിട്ടെല്ലാം ഇരിക്കുന്നില്ല, കഥ എന്തില്ല ആയെങ്കിലും. നിങ്ങൾക്കൊരു ബിസി അറിയോ? ഇല്ല. മുഞ്ഞാന്ന് ഞാൻ മംഗലത്തിന് പോയിട്ടുണ്ടായില്ലേ? പോയിട്ടുണ്ടായി. എന്തോ ഗുൽമാൽ നിങ്ങൾ കേട്ടോണ്ടേ ഉണ്ട്. പിന്നെ കേൾക്കുന്നല്ലേ? കേൾക്കുന്നു. എല്ലാം കേട്ട് ചെല്ലി കുറെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നോക്കുമ്പോ എന്തില്ല, ബിരിയാണിക്ക് കച്ചമ്പർ കിട്ടിയിട്ടില്ല. ബിസി അല്ല, ആനക്കുതിര എന്തില്ല, ഈനെയാണ്. നിങ്ങൾക്കൊരു ബിസി അറിയോ? മുഞ്ഞാന്ന് ഞാൻ മംഗലത്തിന് പോയിട്ടുണ്ടായി അല്ലേ? അങ്ങനെ എല്ലാം ചൊല്ലിട്ട് വലിച്ചോണ്ട് പോയിട്ട് വലിയ കഥ. പിന്നെ വലിയ വിശേഷാക്കിയിട്ട് എന്റെ ആർട്ട് ഫൈലായിട്ട് ഞാനായിട്ടായിട്ട് എന്ത് വിഷയ എന്തില്ല, പല്ലി തുള്ളിനെ മീത്തന്തായക്ക് വിലക്കോ ആർട്ട് ഫൈലാന പോലത്തെ എന്താണ് കുതിര എന്തില്ല. അപ്പൊ ഇത് ഈ മനസ്സിൽ വെക്കാൻ പെണ്ണിന്റെ മനസ്സ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിന്റെ സീക്രട്ടുകൾ നീ പെണ്ണുങ്ങളോടും പറയണ്ട, കുട്ടികളോടും പറയണ്ട. അത് സീക്രട്ട് പോയിട്ട് സീക്രട്ടായിട്ട് അത് അപ്പുറത്തേല പോയിട്ട് ഇപ്പുറത്തേല വരുന്നു. ആരോട് ചെല്ലണ്ടായിട്ട് എല്ലാരോടും ചെല്ലണം അല്ലേ? പിള്ളറും പെണ്ണുങ്ങളോട് നീ എന്താക്കണ്ട, സീക്രറ്റ് പറയണ്ട, ആരോടും പറയണ്ട. ഇവ രണ്ട് കൂട്ടരോട് കഴിവിന്റെ പരമാവധി പറയണ്ട എന്ന് ലുഖ്മാനുൽ ഹക്കീം തങ്ങളെ വസിയത്തിലുണ്ട്. അതിന്റെ അർത്ഥം പെണ്ണുങ്ങളുടെ വിടക്ക് ബായി പറക്കോട്ടെ എന്ന് ചൊല്ലിയല്ല. പിന്നെ അങ്ങനെയാ വീഴ്ത്ത പെണ്ണുങ്ങൾ, ഭാര്യ നല്ല പെണ്ണുങ്ങൾ, ഉസ്കു ദമ്മുണ്ടാ, നല്ല അച്ചടക്കമുള്ള പെണ്ണുങ്ങൾ അള്ളാഹു ബർക്കത്താക്കട്ടെ. ചിലയിടത്തല്ല ബയാലിന് പെണ്ണുങ്ങൾ വരുന്ന തന്നെ ഇത് കഥ പറയാനും, കജ്ജാനെ നോക്കാനും, മജ്ജാനെ നോക്കാനും. നീ എന്നിന്റെ അതിനെ വണ്ണം വെച്ചിട്ട് നീ എന്തായാലും നോക്കാം, നിന്റെ മൊയിരമ ഞാൻ സ്റ്റാറ്റസിൽ ഇട്ടത് ഉണ്ട് നോക്കാം, കഴിച്ചതിന് ഇതെല്ലാം കണ്ടിട്ട് 4 ഉപ്പിലിട്ടതും 4 കച്ചമ്പറും മറ്റേത് ചർമുരി എല്ലാം ഉണ്ടല്ലോ, ചർമുരിയെല്ലാം ഇല്ലേ, ഇതെല്ലാം തിന്നിട്ട് റാത്തായിട്ട് പോകാൻ. ഈടെ നോക്കുമ്പോ ഈടുത്ത പെണ്ണുങ്ങൾ ഉസ്കു ദമ്മ് ഉണ്ടായില്ലേ എന്ന് അറിയുന്നില്ല. നല്ല പെണ്ണുങ്ങൾ സുബൈ കട്ടൽ അള്ളാഹു ബർക്കത്താക്കട്ടെ. എങ്ങനെ അങ്ങ് പോണല്ലേ ഇടുന്ന അല്ലേ? അപ്പൊ എന്താക്കുക, ഭാര്യമാരിൽ നിന്ന് കേൾക്കുന്നവനാകണം, എല്ലാവരുടേതും കേൾക്കണം. ഭാര്യമാരുടെ സങ്കടവും സന്തോഷവും നമ്മൾ കേൾക്കണം. ഇരുന്നിട്ടിങ്ങനെ മൂളിക്കോണ്ട് വേണം. എന്ത് ചെല്ലെങ്കിലും ഒക്കും, ശരി അല്ലാന്ന് ചെല്ലിങ്ങല്ലേ ഉൽമാല ഒക്കും, ഒത്തങ്ങായി വേറെ എന്ത് വിഷയമില്ല. ആയങ്കുവാവോ ആയില്ലാങ്കോ ഒക്കണോ, ഒക്കും അതേ. അങ്ങനെ ചൊല്ലിക്കൊണ്ടുപോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുത്തനെ അയച്ചിട്ടുണ്ടായി. ഓള് പോയിട്ട് ഉള്ളിലുണ്ട്, ഒക്കു നെല്ലിക്കൊണ്ടേ ഉണ്ട് ഇവിടെ. ഓള് പോയി ബിസിയല്ല തീർന്നിട്ട് ഓടെ ഇരുന്നിട്ട് എന്തായിക്കൊണ്ട് ഒക്കിക്കൊണ്ടേ ഉണ്ട്. അത് മൊബൈൽ നോക്കിക്കൊണ്ട് അല്ല, ഞമ്മങ്ങനല്ലേ മുണ്ടുന്നേ, ഇതിനപ്പുറം ഇപ്പുറം ആയിക്കൊണ്ട് മുണ്ടുന്നു. അങ്ങനെയല്ല, മുഖത്തോട് മുഖം നോക്കി നിന്റെ ഭാര്യയോട് ഇരുന്നീ സമയം കളയാത്തവനായാൽ പള്ളിയിൽ ഇത്തിക്കാഫിരുന്നിട്ട് കാര്യമില്ല, സോഷ്യൽ വർക്കിന് കാര്യമില്ല, രാഷ്ട്രീയത്തിന്റെ ഓട്ടച്ചാട്ടത്തിന് പ്രതിഫലമില്ല അല്ലേ? അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്. നിന്റെ ഭാര്യയോട് നീ നല്ല ഭർത്താവാണോ, എന്നാ നീയാണ് ഈ നാട്ടിലെ ഏറ്റവും നല്ലവനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവനവന്റെ ഭാര്യയോട് ഇഷ്ടം വെച്ച് സംസാരിക്കുക, അവനവന്റെ ഭാര്യയെ സന്തോഷപ്പെടുത്തുക. അവനവന്റെ ഭാര്യയെ കിട്ടിയത് ഇനി എന്ത് പറഞ്ഞിട്ടും ഗുണമുണ്ട. ഇതിനെ കൊണ്ടുപോയിട്ടല്ലേ, ഇതിനിടയ്ക്ക് ഒരാൾ പറഞ്ഞു ബജാജ് ഫൈനാൻസ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എടുത്തിനും കുറേ തിരിച്ചു കൊണ്ടോട്ടിയല്ലേ, അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ അടുത്ത് ഒരാളോട്ട് പൊതു ഉണ്ടാന്ന്, പൊതുവാ നീ എന്ത് വേണമെങ്കിൽ നീ ആക്ക്, നിന്റെ കാല് വേണം പിടിക്കുന്ന പൊതുവിന്റെ ഒരു വഴിപാട്ട് ഞാനില്ല. അവിടെ എന്റെ ജാഗ ബിട്ര
കാറങ്ങ് 2-3 ലക്ഷം ലോസ് അത്ര പോയി കൊടുക്കാം. ഈനെന്താക്കുന്ന നിങ്ങൾ ആക്കാൻ പറ്റുക അല്ലേ? അങ്ങനെ അതുകൊണ്ട് ഞാൻ പൊതുവിന്റെ വിഷയത്തിനില്ല ഒരാളുണ്ട്. അങ്ങനെയുണ്ട് ചില വിഷയങ്ങളൊക്കെ. അത് പിന്നെ വിഷയം അല്ലാത്തല്ല, എന്താക്കിയെങ്കിലും നേരെ അങ്ങ് ചെന്ന് ഓളെ തലയിത്ത് നല്ല ഉണ്ടായി. ആരെ തലയിത്ത്? ശരിയാങ്ക് ഗലാ ടാങ്ക് അത് മോണ്ടല്ലോ ഓനം വെച്ചോടെ ബർക്കത്താവല്ലോ, ഹലാക്കായിട്ട് പോകാനും മണ്ണ് തിന്നിട്ട് പോവാനോ. എന്തേ എന്റെ മോളെ കൊണ്ടുപോയിട്ട് അവിടെ കുണ്ടിലേക്ക് ഇട്ടിട്ട് തോപ്പിച്ചല്ലേ, ഓൻ അറിഞ്ഞിട്ട് തോപ്പിച്ചല്ലേ. ആര്? ബ്രോക്കർ. പിന്നെ ചെല്ലുമ്പോ കുറച്ചെല്ലാം ഉപ്പ് പുളി മുളകെല്ലാം ഇടാതെ ചെല്ലെങ്കിൽ ആർക്കും വേണം. മുണ്ടും തന്നെ ചെന്ന് കുറച്ച് എണ്ണ കർമ്മയങ്ങോ തജ്ജു നിസ്കരിക്കുന്നു. അതിന്റെ അർത്ഥം പാങ്ങില്ല അല്ലേ? പാങ്ങില്ല എന്നല്ലല്ലോ ബ്രോക്കർമാർ. ശരി, എണ്ണ കർമ്മയങ്ങോ തജ്ജു നിസ്കരിക്കുന്നു, അപ്പോളെ പാങ്ങില്ല എന്ന് മനസ്സിലായിക്കൊള്ളണം. അപ്പൊ ഈ രൂപത്തിൽ കുറച്ച് പാങ്ങുണ്ടെങ്കിൽ എന്ത് ലക്ഷണം ചിരിക്കും വല്ല ഇത് എന്ത് വീന്ന് അല്ലേ? ഇപ്പൊ പൈസ കൊടുത്തിട്ട് ഉള്ളിലേക്ക് വലിച്ചിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന ഈ ചന്ത കാണാൻ വേണ്ടി ഉള്ളിലേക്ക് ഗുളി അതെടുത്തിട്ട് കൊണ്ടെടുത്തിട്ട് പാങ്ങാണിക്കുന്ന ആ രൂപത്തിലൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കിട്ടിയ ഭാര്യ അള്ളാഹു കണക്കാക്കി തന്നവളാണ്, റബ്ബ് തആല കണക്കാക്കി തന്നവളാണ്. അത് ചിലപ്പോ എന്റെ അടുത്ത് ക്യാമറാമാൻ ചൊല്ലിയല്ല ഞാൻ ഫോട്ടോ എടുക്കുന്നില്ല, എന്തേന്ന് ഞങ്ങക്ക് ബേജാറാന്ന്.